അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1481 സൂറത്തുൽ ഇസ്രാ ഒന്നാം സൂക്തം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. سبحان الذي ഒരു തമ്പുരാൻ എത്ര പരിശുദ്ധൻ. അസ്റാബി അബ്ദിഹി തന്റെ അടിമയെ അവൻ പ്രയാണം ചെയ്യിപ്പിച്ചു ലൈലൻ രാത്രിയുടെ കുറഞ്ഞ സമയത്ത് മിനൽ മസ്ജിദുൽ ഹറാമി മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഇലൽ മസ്ജിദുൽ അഖ്സ മസ്ജിദുൽ അഖ്സയിലേക്ക് രാപ്രയാണം ചെയ്യിപ്പിച്ചു. അല്ലദീ ബാറക്നാ ഹൗലഹു ആ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത് അതിന്റെ ചുറ്റുഭാഗം നാം അനുഗ്രഹം വർഷിച്ചിട്ടുള്ള പള്ളിയാണ്. ലിനുരിയഹു മിൻ ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ചിലത് നബിതങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനാണ് ആ യാത്ര. ഇന്നഹു നിശ്ചയം അല്ലാഹു ഹുവസ് സമീഉ അവൻ എല്ലാവരുടെയും വാക്കുകൾ കേൾക്കുന്നവനും അൽ ബസീർ എല്ലാവരുടെയും അവസ്ഥ കാണുന്നവനുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഈ അധ്യായം സൂറത്തുൽ ഇസ്രാ 17ാമത്തെ അധ്യായമാണ്. മക്കി സൂറകളിൽപ്പെട്ടതാണ്. ബനു ഇസ്രായേൽ എന്നും ഈ സൂറത്തിന് പേരുണ്ട്. സൂറത്തു സുബ്ഹാൻ എന്നും ഈ സൂറത്തിന് പേര് പറയപ്പെട്ടിട്ടുണ്ട്. 111 സൂക്തങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ രാത്രിയിലും പാരായണം ചെയ്തിരുന്നു ഈ സൂറത്ത് എന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ അടക്കമുള്ളവർ അവരുടെ തഫ്സീറുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ സൂചിപ്പിക്കുന്നതാണ് ഈ അധ്യായം. മുൻ അധ്യായവുമായി ഈ സൂറത്തിന്റെ ബന്ധത്തെ സംബന്ധിച്ച് നിസാമുദ്ദീൻ നൈസാബൂരി റഹിമഹുല്ലാ തന്റെ ഗറായിബുൽ ഖുർആനിൽ ഉദ്ധരിക്കുന്നത് കാണാം. ഇന്നഹു തആല ലമ്മ അസമ അലാ നബിയിഹി ഫി ഖവാതിമിൻ നഹൽ ജവാമിഅ മകാരിമിൽ അഖ്ലാഖ്. കഴിഞ്ഞ അധ്യായമായ സൂറത്തുൻ നഹലിന്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സൽസ്വഭാവത്തിന്റേതായിട്ടുള്ള കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടാനുള്ള നിർദ്ദേശം അല്ലാഹു തആല നൽകിയപ്പോൾ വസ്ബിർ വമാ സബറുക ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞില്ലേ, ക്ഷമിക്കാനുള്ള നിർദ്ദേശം അല്ലാഹു തആല നൽകി. സ്വഭാവങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മാതൃകാപരമായ ശൈലിയാണ് ക്ഷമിക്കുക എന്നത്. അത് അല്ലാഹു തആല ഉണർത്തിയപ്പോൾ ഹക്കാ ത്വർഫം മിമ്മ ഖസ്സഹു ബിഹി മിനൽ മുഅ്ജിസാത്ത് അല്ലാഹു തആല മുത്തനബിക്ക് മാത്രമായി നൽകിയ ചില അമാനുഷിക സിദ്ധികളെ ഉണർത്തുകയാണ് ഈ അധ്യായത്തിന്റെ ആരംഭത്തിൽ. അതാണ് ഫഖാല സുബ്ഹാനല്ലദീ അസ്റാ രാത്രിയുടെ കുറഞ്ഞ സമയത്ത് മക്കത്തെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന തന്റെ യഥാർത്ഥ അടിമയെ രാപ്രയാണം ചെയ്യിപ്പിച്ച അല്ലാഹു എത്ര പരിശുദ്ധനാണ് എന്ന് പറയുന്നത് അതിന്റെ ഭാഗമാണ്. മഹാനായ ഇമാം അബൂ ഹയ്യാൻ റളിയല്ലാഹു അൻഹു തന്റെ അൽ ബഹറുൽ മുഹൈത്ത് തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. മുനാസബത്തു അവ്വലി ഹാദിഹി സൂറത്തി ലി ആഖിരി മാ ഖബലഹാ ഈ സൂറത്തിന്റെ ആദ്യം ഇസ്രാ സൂറത്തിന്റെ ആദ്യ ഭാഗം സൂറത്തുൻ നഹലിന്റെ കഴിഞ്ഞ സൂറത്തിന്റെ അവസാനവുമായി ബന്ധപ്പെടുന്നത് അന്നഹു തആല ലമ്മ അമറഹു ബിസ്സബ്രി ആ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയോട് ക്ഷമിക്കാൻ കൽപ്പിച്ചു. വനഹാഹു അനിൽ ഹുസ്നി അലൈഹിം വിശ്വാസത്തിലേക്ക് വരാത്ത അവിശ്വാസികളുടെ പേരിൽ ദുഃഖിക്കേണ്ടതില്ലെന്നും അതിന്റെ പേരിൽ തങ്ങളുടെ മനസ്സിന് വേദനയുണ്ടാകേണ്ടതില്ലെന്നും അല്ലാഹു തആല കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു. വകാന മിൻ മക്രിഹിം അവരുടെ ചതിയിൽ കുതന്ത്രങ്ങളിൽപ്പെട്ടതായിരുന്നു നിസ്ബത്തുഹു ഇലൽ കദിബി നബിതങ്ങളെ കളവിലേക്കും വസ്യഹരി ആഭിചാരത്തിലേക്കും വസ്യഹരി കവിതയിലേക്കും
വഗൈരി ദാലിക അതല്ലാത്ത മറ്റു കുറ്റങ്ങളിലേക്കുമൊക്കെ ചേർത്തു പറയുക എന്നത് മിമ്മാ റമൗഹു ബിഹി നിബിതങ്ങളെക്കുറിച്ച് അവർ ആരോപിച്ച ഒരുപാട് കുറ്റങ്ങൾ, ആ കുറ്റങ്ങളിലേക്കെല്ലാം അവർ ചേർത്തു പറയുന്ന അത് അവരുടെ ചതിയിൽപ്പെട്ടതാണ്. അങ്ങനെ വന്നപ്പോൾ അഅഖബ ദാലിക ബിദിക്രി ശർഫിഹി വഫളിഹി വഇഹ്തിഫാഇഹി ബിഹി വഉലൂബി മൻസിലത്തിഹി ഇൻദഹു. അല്ലാഹുവിന്റെ റസൂലിനെ അങ്ങേയറ്റം വില കുറച്ച് കാണിക്കാനുള്ള ശ്രമങ്ങൾ ശത്രുക്കൾ നടത്തിയതിൽ തങ്ങൾക്ക് വേദന വേണ്ടെന്നും അതിന്റെ പേരിൽ തങ്ങൾ ദുഃഖിക്കേണ്ടതില്ലെന്നും കഴിഞ്ഞ അധ്യായത്തിന്റെ അവസാനത്തിൽ അല്ലാഹു പറഞ്ഞപ്പോ അവരുന്നയിച്ച തങ്ങൾക്കെതിരെയുള്ള ഒരാരോപണവും നിലനിൽക്കുന്നതല്ലെന്നും മറിച്ച് തങ്ങളുടെ മഹത്വവും പ്രത്യേകതയും തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ സ്ഥാനമാനങ്ങളും അല്ലാഹുവിലുള്ള തങ്ങളുടെ ഉന്നതിയുമൊക്കെ പറഞ്ഞറിയിക്കാനും വാക്കുകളിൽ ഒതുക്കാനും പറ്റാത്ത വിധം സമ്പന്നമാണ് എന്ന് സൂചിപ്പിക്കുകയാണ് അല്ലാഹു തആല ഈ സൂറത്തിന്റെ തുടക്കത്തിൽ. അതാണ് രണ്ട് സൂറകളും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം എന്ന് ബഹുമാനപ്പെട്ട അബൂ ഹയ്യാൻ റഹിമഹുല്ല അവിടുത്തെ ബഹറുൽ മുഹീത്ത് തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. നോക്കൂ, കഴിഞ്ഞ സൂറത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു സമൂഹമായിരുന്നുവെന്നും ആ ഇബ്രാഹിമി മില്ലത്ത് പിന്തുടരണമെന്നുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല കൽപ്പിച്ചല്ലോ. അപ്പൊ അങ്ങനെ കൽപ്പിക്കുമ്പോൾ അതിന്റെ ബാഹ്യമായ ഒരവസ്ഥ മാത്രം ചിന്തിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ അതേപോലെ തന്നെ മറ്റു പ്രവാചകന്മാരെക്കാളെല്ലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനാണ് ശ്രേഷ്ഠത കൂടുതൽ. പ്രത്യേകിച്ചും ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മാർഗം പിന്തുടരണമെന്ന് റസൂലുള്ളാഹിയോട് കൽപ്പിക്കുമ്പോൾ എന്ന് തോന്നാൻ സാധ്യതയുണ്ട്, അല്ലേ? അങ്ങനെ തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തോന്നൽ വേണ്ടതില്ല എന്ന് അതിന്റെ ഉടനെയുള്ള ഈ സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥിരീകരിക്കുകയാണ്. എന്താ കാരണം? വഖത്തലമ്മനത്ത് ഖസായിസു നബിയ്യിന സല്ലല്ലാഹു അലൈഹി വസല്ലം വന്തവത് അലാ മാ ഹസല മിൻഹു അൽ മൻസൂസ് ഫി സഹീഹ് മഖ്തൂഅ ബിഹി വൽ മുജ്മഅ അലൈഹി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദു വൽദി ആദം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെക്കാളും പിന്നിലല്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനേക്കാളും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്നെയാണ് സ്ഥാനം കൂടുതലുള്ളത്. അപ്പൊ ആ ആയത്തിൽ നിന്ന് അത്തരമൊരു ധാരണ നമ്മൾ വെച്ച് പുലർത്തേണ്ടതില്ല. കാരണം വ്യക്തമായ രേഖകളും തെളിവുകളും വന്നിട്ടുണ്ട്. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉൾപ്പെടെ ഉള്ള ആദം സന്തതികളുടെ ഒക്കെ ലീഡറാണ് എന്ന്. അതുകൊണ്ട് തന്നെ ആ സംഗതി സ്ഥിരീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രാ ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പൊ ഈ സൂറത്തുൽ ഇസ്രായിൽ എന്തൊക്കെ കാര്യങ്ങൾ അടങ്ങുന്നുണ്ട്, ഈ സൂറത്തുൽ ഇസ്രായിൽ ഉൾക്കൊള്ളുന്ന സംഗതികൾ അത് നേരെ ചൊവ്വേ പറഞ്ഞില്ലെങ്കിലും വഖത്തളമ്മനത് ഹസ്ബമാ വഖഅ ഫി സഹീഹ് മുസ്ലിമിൻ വഗൈരിഹി, സഹീഹ് മുസ്ലിമിലും മറ്റുമൊക്കെ വന്നതനുസരിച്ച് ഈ സൂറത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. ഇമാമത്തുഹു ലിൽ അംബിയായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ എന്ന് പറയുന്ന സംഭവത്തിൽ നബിമാർക്ക് ഇമാമായി നിന്ന് നിസ്കരിച്ചു. വഫീഹിം ഇബ്രാഹിമു മൂസ വഗൈറുഹുമാ മിനൽ അംബിയായി, അവരിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുണ്ട്, മൂസ അലൈഹി സ്വലാമുണ്ട്, മറ്റു നബിമാരുണ്ട്. അവരുടെ കൂട്ടത്തിൽ നിന്ന് ആരെയും ഒഴിവാക്കാതെ എല്ലാ നബിമാർക്കും ഇമാമായി നിന്നുകൊണ്ട് മുത്തനബി നിസ്കരിച്ചു എന്ന് ആ സംഭവത്തിൽ വിശദീകരണമുണ്ട്. അതോടൊപ്പം തന്നെ സുമ്മ ഖദിന്തവത്തി സൂറത്തു അലാ ദിക്രിൽ മഖാമിൽ മഹ്മൂദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മഖാമും മഹ്മൂദ് എന്ന മഹത്തായ ഒരു സ്ഥാനം. അസാ റബ്ബുക അൻ യബ്അസക മഖാമൻ മഹ്മൂദാ എന്ന് മഖാമും മഹ്മൂദ് എന്നൊരു ഉന്നതമായ സ്ഥാനത്തേക്ക് അല്ലാഹു തആല നബി തങ്ങളെ നിയോഗിക്കുന്നുണ്ട് എന്ന് ഈ സൂറത്തിൽ പരാമർശനമുണ്ട്. വഹുവ മഖാമുഹു ഫി ശഫാഅത്തിൽ കുബ്ര, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹ്ശറിൽ നടക്കുന്ന ഗ്രാൻഡ് റെക്കമെൻഡ് ആയിട്ടുള്ള സംഗതിയാണ് മഖാമും മഹ്മൂദ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വദാലിക മിമ്മാ ഖസ്സബിഹി ഹസ്ബമാ സബത ഫി സഹീഹ്, സഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതനുസരിച്ച് ആ ഒരു സ്ഥാനം മുത്തനബിക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇബ്രാഹിമി സരണ പിന്തുടരണം എന്ന് പറഞ്ഞതുകൊണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു സമൂഹമാണെന്ന് പറഞ്ഞതുകൊണ്ട് നബിയെ തങ്ങളെക്കാൾ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉന്നതരാണ് എന്ന് ധരിക്കേണ്ടതില്ല. അതുകൊണ്ട് അതിലേക്ക് സൂചന കൂടി ഇവിടെ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ വൻ അഖദ അലൈഹി ഇജ്മാഉ അഹ്ലി സുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റെല്ലാവരെക്കാളും ശ്രേഷ്ഠരാണ് എന്ന് അഹ്ലു സുന്നത്തിന്റെ ഇമാമുകൾക്കിടയിൽ തർക്കമേ ഇല്ല എന്നതുകൂടി മനസ്സിലാക്കണം. എന്നിട്ട് താ പറയുന്നു വല അഅലമു ഫിൽ കിതാബിൽ അസീസി, വിശുദ്ധ ഖുർആനിൽ
നാം അറിയുന്നില്ല സൂറത്തൻ തതളമ്മനതു മിൻ ഖസായിസിഹി അല്ലതി ഫളല ബിഹാ അലാ കാഫത്തിൽ അംബിയായി. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു നബിമാരെക്കാൾ മുത്തുനബിക്ക് ശ്രേഷ്ഠത നൽകിയ തങ്ങളുടെ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന ഒരധ്യായം. മിസ്ലമ തളമ്മനത്ത് ഹാദിഹി, ഈ സൂറത്ത് ആ പ്രത്യേകതകൾ ഉൾക്കൊണ്ടതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതകൾ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മറ്റുള്ളവരെക്കാൾ എല്ലാം തങ്ങൾ തന്നെയാണ് ശ്രേഷ്ഠർ എന്ന് തെളിയിക്കുന്ന ധാരാളം സംഭവങ്ങൾ ഈ അധ്യായത്തിൽ അല്ലാഹു തആല ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് അൽ ബുർഹാൻ ഫി തനാസുബി സുവരിൽ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം. അപ്പൊ നോക്കൂ, വലിയ പ്രാധാന്യമുള്ള അധ്യായം തന്നെയാണ് സൂറത്തുൽ ഇസ്രാ എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ അധ്യായത്തിൽ ഉണർത്തിയിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയുന്ന കൂട്ടത്തിൽ ശനിയാചരണം ഉൾപ്പെടെയുള്ള യഹൂദികളിലും മറ്റുമൊക്കെ നടന്നിട്ടുള്ള ചില കൃത്യവിലോപങ്ങളുടെ ഗൌരവതരമായ സാഹചര്യം ഉണർത്തിയിരുന്നുവല്ലോ. ആ സംഭവങ്ങൾ ഉണർത്തിയതിനു ശേഷം ഇസ്രയേലികൾ മൂസാ നബി അലൈഹി ഇസ്ലാമിന് നേരെ കാണിച്ചിട്ടുള്ള അച്ചടക്കരാഹിത്യത്തിന്റേതായിട്ടുള്ള ശൈലികൾ, ആ സംഗതികളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഉണർത്തുന്നുണ്ട്. അവർക്ക് തൗറാത്തിലൂടെ അല്ലാഹു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷെ ആ നിർദ്ദേശങ്ങളൊക്കെ പലപ്പോഴും അവർ ലംഘിക്കുന്ന സാഹചര്യങ്ങളുണ്ടായി. അവരുടെ പള്ളികൾ തകർക്കുന്ന അവസ്ഥകളുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്നെയും ശല്യങ്ങൾ ഉണ്ടാക്കാൻ അവർ പരമാവധി പരിശ്രമിച്ചു. എന്നാൽ അത്തരത്തിലുള്ള ഒരു സംഗതിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീഷണിയായി വരാത്ത വിധം അല്ലാഹു തങ്ങൾക്ക് സംരക്ഷണം നൽകുന്നുണ്ട് എന്നതിലേക്കുള്ള കൃത്യമായ രേഖയും തെളിവും ഈ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥിരീകരിക്കുന്നുണ്ടെന്ന് മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് കാണാം. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അധ്യായം വളരെ പ്രാധാന്യമുള്ള അധ്യായം തന്നെയാണ് എന്ന് തന്നെയാണ്. അതോടൊപ്പം ഈ അധ്യായത്തിൽ പ്രധാനപ്പെട്ട പരാമർശനങ്ങൾ, പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ദിക്റു തശ്രീഫിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഇസ്രായി, ഇസ്രാ മുഖേന, ഇസ്രാ എന്ന മഹത്തായ സംഭവം മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള പ്രത്യേകതകളെ പരാമർശിക്കുന്ന ഘടകം തന്നെയാണ്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മൂസാ അലൈഹി ഇസ്ലാമിന് തൗറാത്ത് നൽകിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അങ്ങനെ മൂസാ നബിക്കും അംഗീകാരമുണ്ട് എന്ന് തെളിയിക്കുന്ന വശങ്ങൾ ഈ സൂറത്തിൽ തുടർന്നങ്ങോട്ട് വരുന്നുണ്ട്. രണ്ടാമത്തെ മൂന്നാമത്തെ സൂക്തങ്ങളിൽ അതിലേക്ക് സൂചനയുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്രായേലികളുടെ അവരുടെ നല്ല ശൈലിയും അതേപോലെ തന്നെ കുഴപ്പത്തിന്റെ ശൈലികളും ഈ അധ്യായത്തിൽ പ്രത്യേകം പരാമർശിക്കപ്പെടുന്നുണ്ട്. അതുപോലെ വിശുദ്ധ ഖുർആൻ മനുഷ്യനെ ഹൃജുവായ വഴിയിലേക്ക് നയിക്കാൻ പര്യാപ്തമായിട്ടുള്ള സന്ദേശങ്ങളുടെ സമാഹാരമാണ് എന്ന് ഈ അധ്യായം പ്രത്യേകം ഉണർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് ഗുഡ് ന്യൂസും അവിശ്വാസികൾക്ക് താക്കീതും നൽകുന്ന മഹത്തായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നും ഇവിടെ സ്ഥിരീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്തിന്റെ ഏറ്റവും വലിയ തെളിവുകളിലൊന്നായി മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ നടത്തുന്ന സകലമാന സംഭവങ്ങളും രേഖപ്പെടുത്തി അത് മുഴുവനും അവന്റെ മുന്നിൽ നിഷേധിക്കാനാവാത്ത വിധം ക്രിസ്റ്റൽ ക്ലാരിറ്റിയുള്ള തെളിവുകളോടുകൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും എന്ന് ഈ അധ്യായത്തിൽ പ്രത്യേകമായ പരാമർശനമുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ മനുഷ്യനും അവൻ ചെയ്യുന്ന പ്രവർത്തനത്തിനുള്ളതിന്റെ റെസ്പോൺസിബിലിറ്റി, അത് നന്മയായാൽ പ്രതിഫലം എന്ന രൂപത്തിലും തിന്മയായാൽ ശിക്ഷ എന്ന രൂപത്തിലും അവരവർ തന്നെ ഏറ്റെടുക്കേണ്ടതുണ്ടെന്നും അവൻ പറഞ്ഞു കേട്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൈ കഴുകാനാവില്ലെന്നും നമ്മൾ വഴിതെറ്റുന്നതിന്റെ ഉത്തരവാദിത്തം നമ്മൾ തന്നെ ഏറ്റെടുക്കേണ്ടി വരുമെന്നും വഴി തെറ്റിച്ചവന് അതിന്റെ ശിക്ഷ അനുഭവിച്ചാലും വഴി തെറ്റിയ നമുക്ക് ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല എന്നും ഈ അധ്യായത്തിൽ പ്രത്യേകം പരാമർശനം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിന്റെ പൂജകരായിട്ടുള്ളവരും അതേസമയത്ത് പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയിൽ മുഴുകിയവരും എന്നിങ്ങനെ രണ്ടായി ഈ അധ്യായത്തിൽ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അധ്യായത്തിൽ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളുടെ ഭാഗമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പെരുമാറ്റച്ചട്ടങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന വിഷയം, കുടുംബക്കാർക്കും സാധുക്കൾക്കും സഹായങ്ങൾ ചെയ്യുന്ന കാര്യം, യാത്രക്കാരെ പരിഗണിക്കുന്ന വിഷയം,
ധൂർത്തിൽ നിന്ന് മാറി നിൽക്കണം, മിതവ്യയം ശീലിക്കണം എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ ഈ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഇതിലെ വിവിധ ആയത്തുകളിലായിട്ട് വിശദീകരിക്കുന്നുണ്ട്. കൊലപാതകം, വ്യഭിചാരം, യതീമിന്റെ ധനം തട്ടിയെടുക്കൽ, അതുപോലെ തന്നെ ഭൂമിയിൽ അഹങ്കാരത്തോടുകൂടെ നടക്കൽ, അല്ലാഹു അല്ലാത്ത ദൈവങ്ങളെ സ്ഥാപിക്കൽ, അതുപോലെ ഉള്ള വിഷയങ്ങളെ തൊട്ട്, തെറ്റുകളെ തൊട്ട്, തിന്മകളെ തൊട്ട് കർക്കശമായ വിധത്തിൽ തടയുന്ന പരാമർശനങ്ങൾ ഈ അധ്യായത്തിൽ വരുന്നുണ്ട്. കരാറു പാലിക്കണമെന്നും അതേപോലെ തന്നെ അളവിലും തൂക്കത്തിലുമൊക്കെ നീതി നിലനിർത്തി മുന്നോട്ട് പോകണമെന്നും ഈ അധ്യായത്തിൽ പ്രത്യേകം പരാമർശനമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് സന്താനങ്ങളെ ചേർത്തു പറഞ്ഞ, അല്ലാഹു അല്ലാത്ത ദൈവങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവന് പങ്കാളികളെ സ്ഥാപിച്ചിട്ടുള്ള മുശ്രിക്കുകളുടെ നിലപാടിനെ കടുത്ത ഭാഷയിൽ ഈ അധ്യായം ചോദ്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പുനർജന്മം സാധ്യമല്ല എന്ന് തുടങ്ങിയിട്ടുള്ള തെറ്റായ വാദങ്ങൾ ഉന്നയിച്ചവർക്കുള്ള ഉരുളക്കുപ്പേരി പോലുള്ള മറുപടി ഈ അധ്യായത്തിൽ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രാത്രിയിൽ കണ്ട അത്ഭുതങ്ങൾ, ആ അത്ഭുതങ്ങളിലെ കൂട്ടത്തിൽ നരകവുമായി ബന്ധപ്പെട്ടും സ്വർഗവുമായി ബന്ധപ്പെട്ടുമൊക്കെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു തങ്ങൾ പലതും കണ്ടിട്ടുണ്ട്. ആ കണ്ടതിലേക്കൊക്കെ സൂചന നൽകുന്ന, അതായത് അത്തരം അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നതിലേക്ക് സൂചന നൽകുന്ന പരാമർശനങ്ങൾ, സൂക്തങ്ങൾ ഈ അധ്യായത്തിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആദം നബി അലൈഹി ഇസ്ലാമും ഇബ്ലീസുമായുള്ള ചർച്ചകളുടേതായിട്ടുള്ള ഭാഗങ്ങൾ ഈ സൂറത്തിൽ അള്ളാഹു പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. കരയിലും കടലിലും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ, അവൻ ആളുകൾക്ക് ഭക്ഷണം നൽകുന്ന രീതികൾ, അതിലേക്കൊക്കെ സൂചന നൽകുന്ന പരാമർശനങ്ങളും ഈ അധ്യായത്തിൽ വരുന്നുണ്ട്. വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും അവസ്ഥയിൽ, ജീവിതത്തിൽ, പരലോകത്ത് നടക്കാൻ പോകുന്ന സംഗതികളുടെ ഭിന്ന ഭാവങ്ങൾ അല്ലാഹു തആല ഈ സൂറത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുഴപ്പത്തിലാക്കാൻ ആലോചന നടത്തിയ മുശ്രിക്കുകളുടെ അക്ഷന്തവ്യമായ നിലപാടുകളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് രാത്രിയിലും പകലിലുമൊക്കെ നിസ്കരിക്കാൻ കൽപ്പിച്ചതും, അതുപോലെ പ്രബോധന രംഗത്ത് സജീവമായി മുന്നോട്ട് പോകാൻ പ്രഖ്യാപിച്ചതും, അതിൽ നിന്ന് ആ അവസ്ഥയുമായി മുന്നോട്ട് പോകുമ്പോൾ വളരെ പോസിറ്റീവായ റിസൾട്ട് ഉണ്ടാകുമെന്ന് അള്ളാഹു പ്രോമിസ് ചെയ്തതും ഈ സൂറത്തിന്റെ പ്രത്യേക പരാമർശന വിഷയങ്ങളിൽ കടന്നുവരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആൻ അത് ലോകത്ത് ജനങ്ങൾക്ക് ശമനമാണ്, അത് കാരുണ്യമാണ്. ആ ഖുർആനിന്റെ സന്ദേശങ്ങൾ ഏറ്റവും വലിയ ആശ്വാസമാണ്. അതോടൊപ്പം തന്നെ ഈ ഖുർആനിനെ നിരാകരിക്കുന്നവർക്കത് വലിയ നഷ്ടവും അതേപോലെ തന്നെ പരാജയവും സമ്മാനിക്കുന്നതാണ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളും ഈ സൂറത്തിന്റെ ഭാഗമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നുണ്ട്. അതോടൊപ്പം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു മനുഷ്യനെങ്ങനെ നബിയാവും എന്ന അർത്ഥത്തിലുള്ള മുശ്രിക്കുകളുടെ സന്ദേഹത്തെ അല്ലാഹു തആല കൃത്യമായി നിരാകരിക്കുന്ന രീതി ഈ സൂറത്തിൽ അല്ലാഹു പരാമർശിക്കുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് അവസാനിപ്പിക്കുമ്പോൾ അവന്റെ നാമങ്ങൾ ആകുന്ന അസ്മാഉൽ ഹുസ്ന, വലിയ ഉന്നതമായിട്ടുള്ള നാമങ്ങൾ പടച്ചവനുണ്ടെന്നും ആ നാമങ്ങൾ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്നും, അള്ളാഹുവിന് മക്കളില്ല, അതേപോലെ തന്നെ പങ്കാളികളില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നിരാകരിച്ചിട്ട് ഒരു സംരക്ഷകന്റെ പിന്നാലെ പോകാൻ ആളുകൾക്ക് സാധിക്കില്ല എന്നിങ്ങനെ തുടങ്ങി ഒരു മനുഷ്യന്റെ ജീവിതത്തെ ബാധിക്കുന്ന സമസ്ത മേഖലകളെയും അപഗ്രഥിച്ചുകൊണ്ടുള്ള പരാമർശനങ്ങളും പ്രയോഗങ്ങളും ഈ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഇസ്രാ വളരെ പ്രാധാന്യത്തോടുകൂടെ പഠിക്കേണ്ട ഒരധ്യായം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ രാത്രിയിലും പാരായണം ചെയ്യാൻ തെരഞ്ഞെടുത്ത സൂറത്തുകളുടെ കൂട്ടത്തിൽ സൂറത്തുൽ ഇസ്രാ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ മഹത്വവും പ്രത്യേകതയും നമ്മൾ ഉൾക്കൊള്ളണം. ഖുർആനിന്റെ ഓരോ അധ്യാപനങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് പരമാവധി പകർത്തണമെന്ന ചിന്തയോടുകൂടെയാണ് നമ്മൾ ഇതെല്ലാം കേൾക്കേണ്ടതും പഠിക്കേണ്ടതും. അത് നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുമെന്ന ചിന്തയോടെയാണ് നമ്മൾ ജീവിക്കേണ്ടതും. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ആ വിധത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും ഖുർആൻ പഠനം ഉപകാരപ്രദമാക്കി തരാനും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലമ
വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.